എന്താടി നീ അങ്ങനെ പറഞ്ഞത്? സാറേ, സാറോ, എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഈ കാറാണ്. അപ്പൊ മുമ്പത്തെ സ്ഥിതി എന്തായിരുന്നു? എന്തായിരുന്നെന്നോ? സാറേ, 3.5 ലക്ഷം രൂപയുടെ സ്വത്തുകാരനായിരുന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. ഇവളെ കല്യാണം കഴിച്ചു പൊടി കൊടുത്തു അല്ല, ഇവളുടെ അമ്മയെ കല്യാണം കഴിച്ചപ്പോ എന്റെ അളിയൻ, അതായത് ഇവളുടെ അമ്മാവ് എനിക്ക് സ്ത്രീധനം ചേർന്നാണ് ഈ കാർ. എന്തിനാന്നറിയോ? ഞാനേ നന്നാവാൻ വേണ്ടി. എന്ത് പറ്റുന്നറിയോ? ഒന്ന് സാറേ, ഞാനിത് നന്നാക്കി 30,000 രൂപയുടെ കടക്കാരനായി. പിന്നീടാണ് സാറേ എനിക്ക് മനസ്സിലായത് ആ ദ്രോഹി എന്നെ വഞ്ചിക്കായിരുന്നു. സാമാന്യം വൻ ചതികളുടെ പട്ടികയിൽ പെടുത്താവുന്ന ഒരു ചതിയാണ് ഈ ചതിയും. ആണല്ലോ, സാറിനെങ്കിലും ഇപ്പൊ മനസ്സിലായി. എടി എന്താടി നോക്കി വെക്കുന്നത്? പോയി കട്ടിലെടുത്ത് വാടി, അല്ല കസേരയെടുത്ത് വാ. പക്ഷെ ഈ കാറ് കൊണ്ട് എനിക്ക് പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഈ നാട്ടിലുള്ള വർക്ക്ഷോപ്പിലെ സകല പിള്ളേരും പണി പഠിച്ചത് ഈ കാറ് നന്നാണ്. എന്നിട്ട് ഇവന് ഓടിയില്ല, എന്നിട്ട് ഓടുമില്ല, എന്നിട്ട് ഓടണം എനിക്കിട്ട് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് സാറേ ഞാൻ ഇവനെ വിൽക്കണം തീരുമാനിച്ചത്. ഇതിന് കാറിന്റെ വില കിട്ടുകയില്ലെന്ന് ചേട്ടൻ അറിയാമല്ലോ. മൊത്തത്തിലുള്ള ഇരുമ്പിന്റെ വില കിട്ടിയാൽ മതി. മൊത്തത്തിലുള്ള തുരുമ്പിന്റെ വില ഞാൻ തരാം. അവിടെ നിന്നാ മതി. അല്ല, സാറിന് ഈ വരവിന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ? അത്യാവശ്യമായി താമസിക്കാൻ ഒരു വീട് വേണം സാറേ. വീടല്ലേ സാറേ ഞാൻ ചുളിവിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അയ്യോ, അവിടെ മാന്യന്മാർക്ക് താമസിക്കാൻ പറ്റുമോ? അല്ല, ഒന്നുമില്ല, അത് കളരി. അവിടെ അഭ്യാസം മാത്രം. അത് പ്രയോഗിക്കാൻ എനിക്കൊരു വീട് വേണം. വേണം വേണം വേണം. വീട് വേണമെങ്കിൽ ചേർച്ച വേണം. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. ചേട്ടൻ അന്തോണി നായർ കലർപ്പ്, മകൾ ഓമന ബീവി അതും കലർപ്പ്. അതിലും വലിയ കലർപ്പാണ് സാറെങ്കിൽ ഞാൻ വീട് തരാം. എന്റെ ഈ വീട് തരാം. എന്റെ കഥ കേട്ടാൽ ചേട്ടൻ ഞെട്ടും. ഞെട്ടി എന്താ? ഇതിനേക്കാൾ വലിയൊരു കലർപ്പ് ചേട്ടൻ എവിടുന്ന് കിട്ടും? ഇല്ല, ഇത്ര ഭയങ്കരമായിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നീയോ മോളെ? ഞാനും വിചാരിച്ചില്ല. ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ മരുമകനാക്കി എടുത്ത എന്റെ അമ്മാവിന്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരും. വരും വരും വരും. മോളെ മോളെ, എവനെ പിടിച്ച